ഇന്ത്യയിൽ ആദ്യമായി എഐക്ക് ഒരു പ്രത്യേക വകുപ്പ് നമ്മുടെ കേരളത്തിൽ നിലവിൽ വന്ന വാർത്ത നിങ്ങൾ ഇതിനകം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ എന്തിനാണ് ഇത്തരത്തിലൊരു ഡിപ്പാർട്ട്മെന്റ്, എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്? ഇതിനു മുൻപ് ലോകത്തിലെ ഇത്തരത്തിലുള്ള മാതൃകകൾ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവില്ലേ? അതുപോലെ നമ്മുടെ കേരളത്തിലെ എഐ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയായിരിക്കണം? അങ്ങനത്തെ ഒരു വിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടാവില്ലേ? അത്തരം ചോദ്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുക. കേരളത്തിൻ്റെ യുണീക്ക് ആയിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ടല്ലോ, അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈ എഐ വകുപ്പ് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചാൽ നന്നാകും എന്ന് കുറച്ച് അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ. ആയിട്ട് പല ലോക രാജ്യങ്ങളും ഇത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവുകൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇവരൊക്കെ ഇപ്പോൾ എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇപ്പോൾ ലോകത്തിൽ തന്നെ നമ്മൾ എഐ റേസിനെ ഒരു സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ് ഈ ഒരു ടവർ എഫക്റ്റിലൊക്കെ നിൽക്കുന്നത്, അതായത് ഭയങ്കര വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് USA ആണ്, രണ്ടാമത്തേത് ചൈനയാണ്. എൻ്റെ വീഡിയോകൾ റെഗുലറായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ നമ്മൾ മുൻപ് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു കോണ്ടെക്സ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയാം. USA മാത്രം ഈ വർഷം ഏകദേശം 70 ലക്ഷം കോടി രൂപയാണ് ഈ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പുതിയ രീതിയിൽ പുതിയ കാപ്പബിലിറ്റികളുള്ള AI ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന AI ഒന്നുമല്ല, ഇതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ഒക്കെ ഇനിയും വരാൻ പോവുകയാണ്. ആ മേഖലയിൽ കഴിഞ്ഞ ഒരു 3 വർഷത്തിനകത്ത് നടന്ന റാപ്പിഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റുകൾ നിങ്ങൾ ഇതിനകം കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ലാസ്റ്റ് ഇയർ അവർ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് 350 മുതൽ 400 ബില്യൺ ഡോളറാണ്. അഥവാ ഇപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ നിയർലി ഹാഫ് ഓഫ് ദി എമൗണ്ട്. അപ്പോൾ ആ മേഖലയിൽ തന്നെ ക്യാപിറ്റൽ അത്രയും ഡബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ റേസ് വളരെ ഫാസ്റ്റായിട്ട് ലോകത്ത് ഇപ്പോൾ ഈ യുദ്ധമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആംസ് റേസ് എന്നൊക്കെ പറയുന്ന പോലെ AI റേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ ഫ്രണ്ടിയർ AI എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അത് AIയുടെ ഏറ്റവും പുതിയ കേപ്പബിലിറ്റികളോ ഏറ്റവും മറ്റു കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നത് ഈ രണ്ട് രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരൊക്കെ ഇത് ക്യാച്ചപ്പ് ചെയ്യാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ആ കൂട്ടത്തിലുള്ള കുറച്ച് രാജ്യങ്ങളാണ് UAE, സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പോസ്റ്റ് ഓയിൽ ഇക്കോണമി വരാൻ പോവുകയാണെന്നുള്ളൊരു റിയാലിറ്റി ഉണ്ടല്ലോ, ഓയിലിന് ശേഷമുള്ള ഒരു ലോകക്രമം. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഒരുപാടുള്ളതും പണം, ആ പണം അവർ ഉപയോഗിച്ചിട്ട് പോസ്റ്റ് ഓയിൽ വേൾഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുക. അഥവാ അവരുടെ ഗ്രോത്ത് എഞ്ചിൻ നിൽക്കാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലത്ത് ഏറ്റവും വലിയ അസറ്റായിട്ട് മാറാൻ പോകുന്നത് AIയും ഡാറ്റയും മറ്റുമൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ആ പുതിയ കാലം അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ഇപ്പോൾ UAE ഒരുപാട് ഡീലുകൾ മേക്ക് ചെയ്യുന്നുണ്ട്. അമേരിക്കയ്ക്ക് പുറത്തുള്ള ഏറ്റവും വലിയ ഡാറ്റാ സെൻറ്റർ പ്രോഗ്രാം സ്റ്റാർഗേറ്റ് എന്നുള്ള പേരിൽ അബുദാബിയിൽ വരുന്നുണ്ട്. അതുപോലെ സൗദി അറേബ്യ ഒരുപാട് വിദേശ കമ്പനികളുമായിട്ട് ഡീലുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടേതായിട്ടുള്ള സോവറൈൻ AI ആശയങ്ങൾ, സൗദിയുടെ AI ആശയങ്ങൾ, അല്ലെങ്കിൽ ലോകത്തിൽ AIയുടെ ഫാക്ടറി ആയിട്ട് മാറണം എന്നൊക്കെയുള്ള ആശയങ്ങളുമായിട്ട് സൗദി മുൻപോട്ട് പോകുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ കാശൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കളിക്കുന്ന ഒരു കളിയാണിത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിന് ഇത് വല്ലതും ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമില്ലേ? ഇല്ല എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ കേരളത്തിന് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ചോദ്യമില്ലേ? അതിനും നമ്മുടെ അടുത്ത് ഉത്തരവുണ്ട്. ഇനി ഇന്ത്യ ഗവൺമെൻറ്റിന് ഇതിനകത്ത് മിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ AI മിഷൻ എന്നുള്ള ഒരു മിഷനുണ്ട്. 1 ലക്ഷം GPUകൾ നമ്മൾ കൊണ്ടുവരാൻ ഇന്ത്യയിലേക്ക് ഈ വർഷം 2026 ലാസ്റ്റ് ആകുമ്പോഴേക്കൊക്കെ ഇവിടുത്തെ റിസർച്ചിനും മറ്റ് പർപ്പസുകൾക്കൊക്കെ ആയിട്ട് അവൈലബിൾ ആക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരം ഇനീഷ്യേറ്റീവുകളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേരള സ്പെസിഫിക് സ്റ്റോറിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കേരളം ഇതിനെ ഒരു പടി കൂടി മുൻപോട്ട് വെച്ചിട്ട് ഇതിന് കുറച്ചും കൂടെ പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ള ഒരു കാര്യം കേരളം കാണിച്ചു തരികയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ക്യാബിനറ്റ് റാങ്കോട് കൂടിയിട്ടുള്ള ഒരു മന്ത്രി തന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതല എടുക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടി സാറാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയുന്നത് വ്യവസായ മന്ത്രി എന്നുള്ള നിലയ്ക്കായിരിക്കും പുതിയ ആൾക്കാർ അറിയുക എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു കുറച്ച് ചരിത്രം പിൻപോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഈ ടെക്നോ പാർക്കുകൾ, IT പാർക്കുകളൊക്കെ അത്തരം റെവല്യൂഷനുകൾ തുടങ്ങി വെച്ചത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനും ഈ ഡിജിറ്റൽ ലിറ്ററസിയൊക്കെ കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ഈ ഒരു പുതിയ കാലത്ത്, ഈ AI കാലത്ത് ഒരു പുതിയ റോൾ എടുക്കുക എന്ന് പറയുന്നത് ഒരു മിഷനറി ആൻഡ് വിഷനറി റോൾ പോലെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും കേരളത്തിന് സവിശേഷമായിട്ടുള്ള സാഹചര്യത്തിൽ ചെയ്യാൻ കഴിയുക, അതുപോലെ എങ്ങനെയായിരിക്കണം എന്നുള്ളതും ഈ രണ്ട് കോണ്ടെക്സ്റ്റുമാണ് നമുക്കിനി ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഫാക്റ്റിൽ നിന്ന് തുടങ്ങാം. എന്തുകൊണ്ട് കേരളം എന്നുള്ള ഒരു ഫാക്റ്റിൽ നിന്ന് തുടങ്ങാം. ഒന്നാമത്തേത്, ഞാൻ ചുമ്മാ ഡാറ്റ അങ്ങനെ നോക്കിയ സമയത്ത് ഇപ്പോൾ AIയുടെ പ്രധാന ഇമ്പാക്റ്റ് ആയിട്ട് പറയുന്നത് ജോലികളുടെ മേലെയുള്ള പ്രശ്നമാണ്. കമ്പ്യൂട്ടർ സ്ക്രീനിന് മുൻപിൽ ഇരുന്ന് ചെയ്യുന്ന ഒട്ടുമിക്ക വൈറ്റ് കോളർ ജോബുകളെയും AI ഏതെങ്കിലും തരത്തിൽ ഇന്ന് ബാധിക്കുന്നുണ്ട്. നമ്മൾ മുൻപ് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒരു ജോലിയെ പൂർണ്ണമായിട്ട് ബാധിക്കുക എന്നുള്ളതായിരിക്കില്ല. ജോലിക്കകത്തുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പാർട്ടുകളെയൊക്കെ ചിലപ്പോൾ അത് ഒബ്സലീറ്റ് ആക്കിയേക്കാം. അതുപോലെ തന്നെ ജൂനിയർ ലെവലിൽ ആളുകൾ ചെയ്യുന്ന പല ജോലികളെയും AI ഇല്ലാതാക്കിയേക്കാം. ജോലികൾ മുൻപ് ഒരു 10 ആളെടുത്ത് ചെയ്യുന്ന പല ജോലികളും കുറച്ച് ആളുകളെ കൊണ്ട് ചെയ്തേക്കാം. ഇതൊക്കെയാണ് AIയുടെ ജോലിയുടെ മുകളിലുള്ള ഡയറക്റ്റായിട്ട് വളരെ ലളിതമായിട്ടുള്ള ഇമ്പാക്റ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാം.
അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ട്. ഇപ്പോൾ ലോകത്ത് വളരെ ഫോർ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് AI റിസർച്ചിലും അല്ലെങ്കിൽ AI ഇംപ്ലിമെൻറ്റേഷൻ്റെ കാര്യത്തിലുമൊക്കെ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ മുന്നിൽ നിന്ന് നയിക്കുന്നു. അതിൻ്റെ തൊട്ട് പിറകിൽ പോകാൻ GCC രാജ്യങ്ങളും കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞല്ലോ. അവിടെ നമുക്ക് കേരള മോഡലൊന്നും എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ നമ്മൾ ആഘോഷിക്കുന്ന കേരള മോഡൽ ഉണ്ടായതെന്ന് നോക്കാം. നമുക്ക് കേരളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കേരളത്തിന് ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ലിറ്ററേറ്റ് ആയിട്ടുള്ള സംസ്ഥാനമാണ്. ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും മികച്ച ഹെൽത്ത് ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഉള്ള വളരെ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളോട് പോലും കിടപിടിക്കുന്ന ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഇതൊന്നും കേരളം അച്ചീവ് ചെയ്ത് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊന്നുമല്ല. അത് ഒന്നാമത്തെ റിയാലിറ്റി. രണ്ടാമത്തേത്, ഇതെല്ലാം നിലനിന്നിരുന്നത് കേരളത്തിൽ ഒരു മൈഗ്രേഷൻ ഇക്കോണമി ഉണ്ട്. കേരളത്തിന് അങ്ങനെ കാര്യമായിട്ടൊന്നും കയറ്റിയേക്കാനില്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രധാന അസറ്റ് അല്ലെങ്കിൽ കേരളം എന്താണ് കയറ്റിയേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഹ്യൂമൻ ക്യാപിറ്റലാണ്. ഈ ലിറ്ററേറ്റ് ആയിട്ടുള്ള സംസ്ഥാനം ലോകത്തിൻ്റെ ഒരുപാട് രാജ്യങ്ങൾക്ക്, ഒരുപാട് കമ്പനികൾക്ക്, ഒരുപാട് സിസ്റ്റംസിന് വേണ്ടുന്ന മാൻ പവർ സപ്ലൈ ചെയ്യുന്ന ഒരു വലിയ സംവിധാനമാണ്. അപ്പം നമ്മുടെ പ്രധാന അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹ്യൂമൻ ക്യാപിറ്റലാണ്. ഈ ഹ്യൂമൻ ക്യാപിറ്റൽ ശരിക്കും AI ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഈ ഹ്യൂമൻ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ ചെയ്യുന്ന നോളജ് വർക്കോ അത്തരം കാര്യങ്ങളിലൊക്കെയാണ്. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ 2-3 വർഷമായിട്ട് കേരളത്തിൽ ഈ റെമിറ്റൻസുകൾ എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ടല്ലോ, വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ നാണ്യം, ഏകദേശം 2-2.25 ലക്ഷം കോടി രൂപയാണ് ഒരു വർഷം വിദേശത്ത് നിന്ന് പല ലോകരാജ്യങ്ങളിലായിട്ട് ജോലി ചെയ്യുന്ന മലയാളികൾ കേരളത്തിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സൈസ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് നിയർലി 1.5 ലക്ഷം കോടി രൂപയൊക്കെയാണ്. ഏകദേശം ഒരു റേഞ്ച് പറഞ്ഞതാണ്. അപ്പോൾ അതിനേക്കാൾ ഏകദേശം 1.5 ടൈംസ് ബിഗറാണ് കേരളത്തിലേക്ക് വരുന്ന റെമിറ്റൻസ് എന്നുള്ളത് മനസ്സിലാക്കണം. കേരള GDPയുടെ 1/4 ഏകദേശം ഈ വിദേശത്ത് നിന്ന് വരുന്ന പണമാണ് എന്നുണ്ടെങ്കിൽ നിലവിലെ കേരള മോഡലിനെ നിലനിർത്തുന്നത് ഈ പണമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ആക്ച്വലി ഇവിടെയാണ് കേരളത്തിന് AI വകുപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഡിഫൻസ് സ്ട്രാറ്റജി ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഡിഫൻസ് സ്ട്രാറ്റജി എന്ന് പറയാൻ കാരണം കേരളത്തിന് ഇത് ഒഴിച്ചുകൂടാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കേരളത്തിൽ ഇപ്പോൾ ഈ മൈഗ്രേഷൻ ലേബർ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഇക്കോണമി ഇവിടെ ഇല്ല. ഇവിടെ നമുക്ക് വ്യവസായങ്ങൾ കുറവാണ്, മറ്റുള്ള കാര്യങ്ങളെല്ലാം കുറവാണ്. കേരളത്തിൻ്റെ തനതായിട്ടുള്ള സാഹചര്യത്തിൽ ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പ്രാക്ടിക്കലല്ല. ഇപ്പോൾ കേരളത്തിന് വന്നിട്ട് ഒരു ഡാറ്റാ സെൻറ്റർ തുടങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഡാറ്റാ സെൻറ്ററിന് ഒരുപാട് ക്യാപിറ്റൽ വേണം. ഈ AIയുടെ കാര്യത്തിൽ പ്രധാനമായിട്ടും പറയുന്നൊരു സാധനമാണ് ഡാറ്റയും കമ്പ്യൂട്ട് കപ്പാസിറ്റിയും. ഈ കമ്പ്യൂട്ട് കപ്പാസിറ്റിയാണ് ഡാറ്റാ സെൻറ്ററുകളായിട്ട് മാറുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഡാറ്റാ സെൻറ്റർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഒരുപാട് ലാൻഡ് വേണം, 2 ചീപ്പായിട്ട് ഇലക്ട്രിസിറ്റി അവൈലബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ നല്ല ക്യാപിറ്റൽ വേണം. ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പണം വേണം. ഇപ്പോൾ ഒരു ചിപ്പിനൊക്കെ 30-40 ലക്ഷം രൂപയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇലോൺ മസ്കിനെ പോലെയുള്ള ആളുകൾ 1 മില്യൺ ചിപ്പുകളൊക്കെയാണ് ഒരുമിച്ച് വാങ്ങുന്നത്. ഇന്ത്യക്ക് മൊത്തത്തിൽ 1 ലക്ഷം ചിപ്പുകളേ ഉള്ളൂ. അപ്പോഴാണ് ഗ്രോക്കിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹം 1 മില്യൺ ചിപ്പുകളൊക്കെ വാങ്ങി എന്നുള്ളതൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു സൈസ് ഊഹിക്കാൻ പറ്റില്ല. അതായത് നമ്മൾ എങ്ങനെ മത്സരിച്ചാലും ജയിക്കാത്തൊരു യുദ്ധമാണ് ഡാറ്റാ സെൻറ്ററൊക്കെ കഷ്ടപ്പെട്ട് കടം വാങ്ങിയിട്ടൊക്കെ ഒരു ഡാറ്റാ സെൻറ്റർ ഉണ്ടാക്കാമെന്ന് കരുതിയാൽ പോലും അതിൻ്റെ 10 ഇരട്ടിയോ 100 ഇരട്ടിയോ ചെയ്യാൻ കഴിയുന്ന രാജ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ മത്സരം നമ്മൾ ഒരിക്കലും ജയിക്കാത്ത മത്സരമാണ്. അപ്പോൾ ആ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട. ഇത് ഏതെന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ഓഫ് ഇൻ്റലിജൻസ് എന്നുള്ള ഭാഗം കേരളത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ബട്ട് ദെൻ കേരളത്തിന് എന്ത് ചെയ്യാം? കേരളത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈഡ് AI എന്ന് പറയുന്ന മറ്റൊരു ഭാഗമാണ്. അഥവാ AIയുടെ അപ്ലിക്കേഷൻസ് കൊണ്ടുവരിക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമില്ല, കേരളത്തിൻ്റെ പ്രധാന അസറ്റ് കേരളത്തിൻ്റെ ഹ്യൂമൻ ക്യാപിറ്റൽ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഹ്യൂമൻ ക്യാപിറ്റൽ ഒരുപാട് മൈഗ്രേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരുന്ന റെമിറ്റൻസ് ആണ് കേരള മോഡലിനെ നിലനിർത്തുന്നത് എന്നുണ്ടെങ്കിൽ ആ ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ AI ഉപയോഗിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായിട്ട് വരും. അപ്പോൾ കേരളത്തിൻ്റെ AI വകുപ്പ് ചെയ്യേണ്ടുന്ന ഒരു പ്രധാന ബാധ്യത എന്ന് പറയുന്നത് കേരളത്തിന് AI സാക്ഷരത വേണം. AI സാക്ഷരത ഏതർത്ഥത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേരിലൊരു 100 സർട്ടിഫിക്കറ്റ് അടിച്ചിറക്കുക എന്നുള്ളതല്ല, പകരം അത് യഥാർത്ഥ ജീവിതത്തിൽ പല ഭാഗങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന അർത്ഥത്തിലേക്ക് ഓരോ മലയാളിയും ഉയർന്നു വരണം. ഇതിൻ്റെ ഗോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺസ് ഉപയോഗിക്കുന്നില്ലേ? ഈ സ്മാർട്ട് ഫോൺസ് എന്നുള്ള ട്രെൻഡ് തുടങ്ങി ഏകദേശം 7 to 10 years എടുത്തിട്ടാണ് അത് യൂണിവേഴ്സൽ ആയതെന്ന് വേണമെങ്കിൽ പറയാം. അഥവാ എല്ലാ ജനങ്ങളും ഉപയോഗിക്കുന്ന തരത്തിലേക്ക് അത് എത്താൻ ഏകദേശം 7 to 10 years എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടെക്നോളജി ആസച്ച് 2010 അല്ലെങ്കിൽ ആ ഒരു പീരീഡിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു 2020 അടുപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും എല്ലാ ആൾക്കാരും അത് ഉപയോഗിക്കുന്ന അവസ്ഥയിൽ എത്തുന്നുണ്ടാവുക. ഏത് സാധനത്തിൻ്റെയും ഒരു വാല്യൂ കിടക്കുന്നത് എവിടെയാണെന്ന് അറിയാം. എല്ലാവരും അടുത്തുണ്ടെന്നുണ്ടെങ്കിലും അതിന് വാല്യൂ ഒന്നുമില്ല. പകരം അതിലെപ്പോഴും അതിൻ്റെ ഫസ്റ്റ് ആര് കിടക്കുന്നു അല്ലെങ്കിൽ ഫസ്റ്റ് അത് ആര് ഉപയോഗിക്കുന്നു എന്നുള്ളിടത്ത് അതിന് നല്ല വാല്യൂ ഉണ്ട്, ഇമ്മൻസ് റവന്യൂ ഏണിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ലോകത്ത് തന്നെ AI അഡോപ്ഷൻ ഇപ്പോഴും സിംഗിൾ ഡിജിറ്റിലാണ്. അതായത് എല്ലാവരും AI ഉപയോഗിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല. സ്റ്റിൽ അത് സിംഗിൾ ഡിജിറ്റിലാണ്. മിക്ക ആളുകളും ബിസിനസ്സുകളൊക്കെ റൺ ചെയ്യുന്ന ഇപ്പോഴും അവരുടെ പഴയ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചറിൽ തന്നെയായിരിക്കും. ഇത് നമുക്ക് റിലേറ്റബിൾ ആയിട്ട് പറയാം. വൈദ്യുതി കണ്ടുപിടിച്ച് കഴിഞ്ഞു, പക്ഷേ ഇപ്പോഴും നമ്മുടെ വ്യവസായങ്ങളെല്ലാം പഴയ മോഡലിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വയ്ക്കാം.
വൈദ്യുതി വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ടെക്നോളജി ആയിട്ട് ഇന്ന് നമുക്കറിയാം. കാരണം തൂണിലും തുരുമ്പിലും ഇലക്ട്രിസിറ്റി ഉണ്ട് എന്ന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് അങ്ങനെ തന്നെ ആയി വരാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. അതൊരു ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറും കൂടി വേണ്ടുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ ഈ ടൈം ലാഗ് റീസണബിൾ ആയിരുന്നു. പക്ഷേ ഇത് AI ഇന്ന് പലപ്പോഴും ഡിപ്ലോയിഡ് ആകുന്ന ഡിജിറ്റൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേഗത ഒരുപാട് ഫാസ്റ്റ് ആകുമെന്നറിയാം. അപ്പോൾ AIക്കും ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നേച്ചർ AIയുടെ കാര്യത്തിലുണ്ട്. മെഡിക്കൽ മേഖലയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻ്റലിജൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പരിപാടിയാണ്. കാരണം ഇതെന്താ, പ്രൊഡക്ഷൻ ഓഫ് ഇൻ്റലിജൻസ് ആണ്. മനുഷ്യൻ്റേതല്ലാത്ത ഒരു ബുദ്ധിശക്തി രൂപം കൊള്ളുകയും അത് ദിനം പ്രതി പുതിയ കപ്പാസിറ്റികൾ അച്ചീവ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇതിന് ഓരോ മേഖലയിലും അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മേഖലയുടെ സ്വഭാവങ്ങൾ കൈക്കൊള്ളാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റലിന് ഇതിനെ കാര്യമാംവിധം അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ട് അവർക്ക് അവരുടെ ജോലിയിലും ബിസിനസ്സിലൊക്കെ ഉപയോഗിക്കാൻ പഠിക്കുക. അതുപോലെ തന്നെ ഒരുപാട് തട്ടിപ്പുകളൊക്കെ ദിനം പ്രതി നമ്മൾ പലരും പോയി പെടുന്നില്ല. അങ്ങനെ ഉണ്ടാകുന്ന ഒരുപാട് ലോസുകളുണ്ട്. അത് സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിക്കോട്ടെ, ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാമുകളായിക്കോട്ടെ, ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ ദിനം പ്രതി നമ്മളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. ബട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അവിടെയൊക്കെ നമുക്കൊരു ഇൻ്റലിജൻറ്റ് അസിസ്റ്റൻറ്റ്, നമ്മുടെ ഒരു നമുക്ക് ഉൾക്കാഴ്ച നൽകാൻ കഴിയുന്ന ഒരു മെൻറ്ററിനെ പോലെ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളിലൊക്കെ വസ്തുത വേർതിരിച്ചറിയാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഒരു AI അസിസ്റ്റൻറ്റ് നമുക്ക് ഓരോരുത്തർക്കും ഉപയോഗിക്കാനായി കഴിഞ്ഞാൽ ഓരോ മലയാളിയുടെയും പ്രൊഡക്ടിവിറ്റി വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ നിർബന്ധമായിട്ടും കേരളത്തിൻ്റെ AI വകുപ്പ് ശ്രദ്ധ കൊടുക്കേണ്ടുന്ന ഒരു ഭാഗം ഈ AI ലിറ്ററസി എന്നുള്ളതാണ്. ഒന്ന്, സാക്ഷരത എന്ന് പറയുമ്പോൾ വളരെ ബേസിക്കാണ്. അതായത് എഴുതാനും വായിക്കാനൊക്കെ അറിയാമെന്ന് പറയുന്നത് ഒരു ബേസിക് സാക്ഷരതയാണെന്നുണ്ടെങ്കിൽ ബട്ട് ദെൻ അത് കൈകാര്യം ചെയ്യാനും കൂടി അറിയുന്ന, അതിനെ ഒരു ഇൻകം ഏണിംഗ് സ്കില്ലാക്കി മാറ്റാൻ കഴിയുന്ന ഒരു വിഭാഗം. രണ്ടാമത്തേത്, എല്ലാ ജോലിയിലും ഇനിയുള്ള കാലങ്ങളിൽ പ്രത്യേകിച്ച് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, വലിയ ശതമാനം ആളുകൾ ആഗ്രഹിക്കുന്നത് വൈറ്റ് കോളർ ജോബുകളായിരിക്കും. വൈറ്റ് കോളർ ജോബുകൾ അഥവാ കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ മുൻപിൽ ഇരുന്ന ജോലികളിലാണ് ഇത് ആദ്യ ലെവൽ ഇമ്പാക്റ്റുകൾ ഉണ്ടാകും. ആ മേഖലയിൽ നമ്മുടെ ആൾക്കാർക്ക് AI കൂടി ഉപയോഗിക്കാനായിട്ട് ഒരു സൂപ്പർ ഹ്യൂമൻ കപ്പാസിറ്റിയിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ മറ്റുള്ള ആളുകളെക്കാൾ ഒരുപാട് മുന്നേറാനും ഒരുപക്ഷെ കൂടുതൽ റെമിറ്റൻസുകൾ കേരളത്തിലേക്ക് വരാനും ലോകത്ത് എവിടെയുമുള്ള AIയുടെ ബാക്ക് ഓഫീസായിട്ട് കേരളത്തിന് മാറാനൊക്കെ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ ഒരു കാലത്ത് IT റെവല്യൂഷൻ ഉണ്ടായപ്പോൾ ITയുടെ വേൾഡ് ബാക്ക് ഓഫീസായിട്ട് ഇന്ത്യ മാറി. അതുമേ ഇന്ത്യൻ കമ്പനികൾ ഒരുപാട് ക്യാഷ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ അതിന് നല്ലൊരു പങ്കുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്താണെന്നുണ്ടെങ്കിലും കൊച്ചിയിലാണെന്നുണ്ടെങ്കിലും കോഴിക്കോടാണെന്നുണ്ടെങ്കിലൊക്കെ ഒരുപാട് വിദേശ കമ്പനികളുടെ സോഫ്റ്റ്വെയർ പ്രോജക്റ്റുകൾ ചെയ്യുന്ന കമ്പനികളുണ്ട്. ബട്ട് ദെൻ ആ കമ്പനികളൊക്കെ ഇന്നൊരു ഒരു കൈൻഡ് ഓഫ് ഫ്യൂച്ചറിനെ കുറിച്ച് ക്രൈസിസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് 2-3 മന്ത് ബാക്ക് ക്ലൗഡിൻ്റെ പുതിയ അപ്ഡേറ്റ് വന്നത് വഴി ഇന്ത്യൻ IT ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ഡൗൺ ട്രെൻഡിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പോഴും നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ആ ഡൗൺ ട്രെൻഡ് ഇപ്പോഴും പിന്നീട് മേലേക്ക് വന്നിട്ടില്ല. സാധാരണ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒന്ന് താഴത്തേക്ക് വന്ന് ആ ഹൈപ്പൊക്കെ ചത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും നോർമലൈസ് ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ടാവുക. പക്ഷേ അന്ന് ആ ലെവലിനേക്കാൾ ഇപ്പോഴും ഒരുപാട് താഴെയാണ് ഇന്ത്യയുടെ IT ഇൻഡെക്സ് ഉള്ളത്. അതിനിപ്പോൾ റീസെൻ്റ്ലി വേറെയും ഒരുപാട് നെഗറ്റീവ് ന്യൂസ് ഉണ്ടായിരുന്നു. ഈ AI കമ്പനികളൊക്കെ മൊണറ്റൈസേഷൻ നടത്താൻ വേണ്ടിയിട്ട് അവരുടെ പുതിയ ബിസിനസ് സാധ്യതയായിട്ട് അവർ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ സർവീസ് കമ്പനികൾ, ഇപ്പോൾ നിലവിൽ ഇൻഫോസിസോ TCS ഒക്കെ പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് ഇന്ത്യയിലെ IT കമ്പനികളൊക്കെ ചെയ്യുന്ന പല ജോബുകളും അവർക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള AI കമ്പനികൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നമ്മൾ ഇന്ന് നമ്മുടെ വരുമാന മാർഗ്ഗമായി കാണുന്ന പലതിനെയും AI ഇല്ലാതാക്കിയേക്കാം. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് കേരളത്തിൻ്റെ ഡിഫൻസ് സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ UAE, സൗദി, അവർക്കൊക്കെ അത് ഒഫൻസ് സ്ട്രാറ്റജി, അതായത് അവരുടെ ഗ്രോത്ത് നെക്സ്റ്റ് ഇവിടെ നിന്ന് വരണം എന്നുള്ളതിന് വേണ്ടിയിട്ട് അവരുടെ നിലവിൽ ഇപ്പോൾ കൂടുതലുള്ള പണം ഡിപ്ലോയ് ചെയ്തിട്ട് അവർ ഡാറ്റാ സെൻറ്ററും മറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യാൻ കേരളത്തിന് കഴിയാത്ത സാഹചര്യം കൊണ്ട് തന്നെ കേരളം ഹ്യൂമൻ ഫസ്റ്റ് AI ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഭാഗം. അപ്പോൾ നമുക്ക് ഡാറ്റാ സെൻറ്റർ ഉണ്ടാക്കാൻ പറ്റില്ല, പകരം കേരളത്തിൻ്റെ ഹ്യൂമൻ ക്യാപിറ്റലിനെ AI കേപ്പബിൾ ആക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, കേരളം ഒരു പരിധി വരേക്കും നമുക്ക് ഒരു വെൽഫെയർ സ്റ്റേറ്റ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ദെൻ നമുക്കൊരു കാര്യം അറിയാം, ഗവൺമെൻറ് ഇപ്പോൾ ₹1 അതിൻ്റെ റിയൽ ബെനിഫിഷ്യറിയിലേക്ക് എത്തിക്കണം എന്ന് ചിന്തിച്ചാൽ പോലും നമ്മുടെ ഗവൺമെൻറ് മെഷീനറി ഭയങ്കര ബ്ലോട്ടഡ് ആണ്, ലീക്കേജസ് ഉണ്ട്. ഇതൊക്കെ പ്ലഗ് ചെയ്തിട്ട്, ഞാൻ പറയുന്നത് വെൽഫെയർ ഒരിക്കലും കുറക്കാൻ കഴിയില്ല. കാരണം എപ്പോഴും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് വേണ്ടി വരുന്ന പല തട്ടിലുള്ള ആൾക്കാരുണ്ട്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ എന്ത് ഇൻഫോർമേഷൻ ആണെന്നുണ്ടെങ്കിലും അത് ഒരുപോലെ സൊസൈറ്റിയുടെ എല്ലാ ഭാഗത്തേക്ക് എത്തില്ല. ഐഡിയലി എത്തണം എന്നുള്ളതാണ്, പക്ഷേ അത്തരത്തിലെത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ എപ്പോഴും വേർതിരിവുകളൊക്കെ ഉണ്ടാവും ആൾക്കാർക്കിടയിൽ. അതുകൊണ്ട് തന്നെ എപ്പോഴും സപ്പോർട്ട് ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ വെൽഫെയർ കുറക്കുക എന്നുള്ളതല്ല നമുക്ക് ആവശ്യം. പകരം എന്താണെന്ന് വെച്ചാൽ വെൽഫെയർ അതിൻ്റെ യഥാർത്ഥ ബെനിഫിഷ്യറീസിലേക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ എത്തിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഉണ്ടാവണം. അപ്പോൾ അടുത്ത ഒരു ഘട്ടമായിട്ട് ഞാൻ പറയുന്നത് ഗവൺമെൻറ്റൽ സിസ്റ്റംസിനകത്ത് നമുക്ക് AI നല്ല രീതിക്ക് അപ്ലൈ ചെയ്യാൻ കഴിയണം. അവിടെ ഞാൻ പറയുന്നത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡാറ്റാ സെൻറ്റർ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് ഓൺ ഡിമാൻഡിൽ ഹയർ ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങളാണ്. എത്ര വലിയ ക്യാപിറ്റലുള്ള ഒരു മത്സരത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ക്യാപിറ്റൽ നമ്മളടുത്ത് എത്രയൊക്കെ കടം വാങ്ങി ചെയ്താൽ പോലും അത് വളരെ ഇനെഫിഷ്യൻ്റ് ആവുകയുള്ളൂ. അപ്പോൾ ആ റേസിലേക്ക് നമ്മൾ പോവാതെ
പോവാതിരിക്കുക, പകരം AI ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോവുക എന്നുള്ളതാണ്. അത് വേറെ പോസിറ്റീവ് സിനാരിയോ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഓപ്പൺ സോഴ്സ് മോഡലുകളും മറ്റൊക്കെ വന്നിട്ട് ദിനം പ്രതി ഇതിൻ്റെ യൂണിറ്റ് എക്കണോമിക്സ് അഥവാ അതിൻ്റെ ചിലവ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കാലം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കുറഞ്ഞ ചിലവിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം വരും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഡാറ്റാ സെൻറ്ററിൽ മറ്റൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വെക്കുക, നമുക്ക് അതാത് കാലത്തെ ഏറ്റവും ബെസ്റ്റ് ടെക്നോളജികൾ ഡിപ്ലോയ് ചെയ്തിട്ട് നമുക്കതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക. അതിൻ്റെ അർത്ഥം ഇനിയും വെയിറ്റ് ഔട്ട് ചെയ്യണം എന്നുള്ളതല്ല, ഇപ്പം തന്നെ ഉപയോഗിച്ച് തുടങ്ങണം. ബട്ട് ദെൻ ഇപ്പോൾ നമ്മൾ ഡാറ്റാ സെൻറ്റർ ക്രിയേറ്റ് ചെയ്യാൻ പോവാതെ നിലവിലുള്ള കപ്പാസിറ്റികളെ മറ്റു ക്ലൗഡ് സർവീസുകളും മറ്റൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ട് നമ്മളതിൽ മുൻപോട്ട് പോവുക എന്നുള്ളതാണ്. അതുപോലെ AI യുടെ ഒരു പ്രധാന ഗുണം, അല്ലെങ്കിൽ AI എപ്പോഴും കൂടുതൽ കേപ്പബിൾ ആവുക, എപ്പോഴും നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റുക പറയുന്നത് ഡാറ്റ എത്രമാത്രം നന്നാവുന്നു അത്ര കണ്ട് AI യുടെ ഉപയോഗ സാധ്യതകൾ മെച്ചപ്പെടും എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ തന്നെ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ AI മലീഷ്യസ് ആവോ, മനുഷ്യനെ ഇല്ലാതാക്കുമോ എന്നൊക്കെ പറയപ്പെടുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഡാറ്റകളിൽ നിന്നാണ് AI യുടെ ഫിലോസഫിയും AI യുടെ ലോജിക്കും മറ്റു കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലാതെ AIക്ക് സ്വന്തമായിട്ട് കോൺഷ്യസ്നെസ് ഒന്നുമില്ലല്ലോ. അപ്പോൾ AI യുടെ ട്രെയിനിങ് ഡാറ്റയിൽ AI അതാക്കും, AI ഇതാക്കും, AI ലോകം അവസാനിപ്പിക്കുമെന്നൊക്കെയാണ് AI മനസ്സിലാക്കുന്നത് എന്നുണ്ടെങ്കിൽ AIക്ക് സ്വന്തമായിട്ട് ട്രൂത്ത് തിരിച്ചറിയാനുള്ള മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അങ്ങനെ തന്നെ AI ആയിപ്പോകും എന്നുള്ളത് ഒരു ഡേഞ്ചർ സിനാരിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഡാറ്റ സെറ്റിലുള്ള പ്രശ്നത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞൊരു എക്സാമ്പിൾ എന്നേ ഉള്ളൂ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഡാറ്റയിൽ AI ട്രെയിൻ ചെയ്യപ്പെടാൻ സാധിച്ചു തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സംസ്കാരത്തിലും കേരളത്തിൻ്റെ ആർട്ടിലും കേരളത്തിൻ്റെ ഓരോ പ്രദേശത്തിനും ഉണ്ടാകുന്ന വൈവിധ്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കേരളത്തിൻ്റേതായിട്ടുള്ള തനതായിട്ടുള്ള AI വന്നു കഴിഞ്ഞാൽ, അത് തന്നെ മലയാളം ഫസ്റ്റ് AI ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ മലയാളിക്കും അത് സമൂഹത്തിൻ്റെ എല്ലാ തട്ടിലേക്കും ആഴ്ന്നിറങ്ങുന്ന രീതിയിലേക്ക് നമുക്ക് AI ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഗവൺമെൻറ് സർവീസ് എങ്ങനെ കൺസ്യൂം ചെയ്യണം എന്ന് പോലും അറിയാത്ത ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവരോട് സംസാരിക്കുന്ന ഒരു മലയാളം AI, ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിൽ നിന്ന് എങ്ങനെ ഒരു ഫയൽ മൂവ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അറിയുന്ന ഒരു മലയാളം AI ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗവേണൻസ് കുറച്ചും കൂടി ട്രാൻസ്പെറൻ്റ് ആവും. അപ്പോൾ ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന വഴി AI ഏതെങ്കിലും ഒരു സിംഗിൾ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് നിലനിൽക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് എല്ലാ ഗവൺമെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റുകളെയും കൂടി യോജിപ്പിക്കാൻ കഴിയുന്ന കേരളത്തിൻ്റെ തന്നെ IT ബാക്ക് ബോൺ പോലെ തന്നെയും നമുക്കൊരു AI ബാക്ക് ബോൺ ഉണ്ടാവുക എന്നുള്ളതായിരിക്കും കേരളത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു AI വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതീക്ഷകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിത് എൻ്റേതായ ഒരു ആംഗിളിൽ ഇങ്ങനെയൊക്കെ ആയാൽ നന്നാകും എന്നുള്ളതിനെക്കുറിച്ച് പറയുകയാണ്. ബട്ട് ദെൻ ഇങ്ങനെയുള്ള ഒരുപാട് ആശയങ്ങൾ തന്നെ ആയിരിക്കണം കേരളത്തിൽ ഇത്തരത്തിൽ ഒരു സെപ്പറേറ്റ് ആയിട്ട് AI ഡിപ്പാർട്ട്മെൻറ്റും അതിനൊരു മന്ത്രിയും ക്യാബിനറ്റ് റാങ്കുള്ള PK കുഞ്ഞാലിക്കുട്ടി സാറൊക്കെ വരുന്ന സമയത്ത് അവർ ഉദ്ദേശിക്കുന്നുണ്ടാവും. അപ്പോൾ വരുന്ന വർഷങ്ങളിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരോ ഈ 5 ഇയർ പൊളിറ്റിക്സിൻ്റെ പ്രശ്നമുണ്ടല്ലോ. അതായത് 5 വർഷം കൂടുമ്പോൾ ഗവൺമെൻറ് മാറുന്നു, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ചെയ്യാറുണ്ട്. കഴിഞ്ഞ 10 വർഷം അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി 10 വർഷം ഈ നിലവിലുള്ള ഗവൺമെൻറ് തന്നെ ഭരിക്കുകയും ഇതുപോലെയുള്ളൊരു ലീഡർഷിപ്പ് കിട്ടുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് AIയിൽ ഒരു പക്ഷേ ലോകത്തിലെ ആദ്യത്തെ ഇൻ്റലിജൻറ്റ് സ്റ്റേറ്റ് എന്നുള്ള രീതിയിലേക്കൊക്കെ ഉള്ള ഒരു മുന്നേറ്റം കേരളത്തിന് സാധ്യമാകും. അതിലേക്കുള്ള ശരിയായ ദിശയിലുള്ള ആദ്യ ചുവടുവെപ്പാണിത്. ഇനി ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.